ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യതയുടെ കൊട്ടാരമായാൽ മരണം. ഇങ്ങനെ പറഞ്ഞപ്പോൾ ശവപ്പെട്ടിയിൽ നിന്ന് 45 എഴുന്നേറ്റു. 2 പേർ പ്രത്യക്ഷപ്പെട്ടു. ഒന്ന് മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ്. പഴയ നിയമത്തിൽ ഒരു ഭക്തനുണ്ടായിരുന്നു, അവന്റെ പേരാ ഹാനോക്ക്. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഇവർ 2 പേരും വരും. ശവം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതെല്ലാം ലോകം കാണും. നിങ്ങൾ കാണാൻ പോകുന്നത് നാളെ കൊണ്ട് പ്രസംഗം തീരും. എലോൺ മസ്ക് ഇന്ത്യയും പിടിക്കാൻ പോകുന്നു. തുടക്കം എയർടെൽ, റിലയൻസ്, അവൻ്റെ കാറിൻ്റെ ഷോറൂം ബോംബെയിൽ ലോകം മുഴുവൻ്റെ കയ്യിൽ വരാൻ പോകുന്നു. ഇത് ലോകം മുഴുവൻ കാണാൻ പോകുന്നു. എത്ര ക്ലിയറായ ബൈബിൾ. ഇനി അടുത്തത് എവരുടെ ശവശരീരം കല്ലറയിൽ വെക്കാൻ. ഇതെല്ലാം ലോകം കാണുന്ന സംഭവം. അടുത്ത വാക്ക് മോൻ വായിച്ചാട്ടെ. അവരുടെ ശവം കല്ലറയിൽ വെക്കാൻ സമ്മതിക്കത്തില്ല. എതിർക്കശുവിന് അറിയാം കല്ലറ വെച്ച യേശു ഉയർത്തെഴുന്നേറ്റ്, അതുകൊണ്ട് കല്ലറ വെക്കത്തില്ല. 2 ലാസർ ഉയർത്തെഴുന്നേറ്റു. എല്ലാവരും കേൾക്കണം, ഇതെല്ലാം ലോകം കാണാൻ പോകുന്ന സംഭവമാണ്. അതിനുമുമ്പ് രക്ഷപ്പെട്ടോണം. അതിനുവേണ്ടി കൺവെൻഷൻ മനസ്സിലാകുന്നവർക്കായി കല്ലറയിൽ വെക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഈ 2 സാക്ഷികളെ കൊന്നത് കൊണ്ട് അവിടെ നല്ല പാർട്ടി നടക്കും. വായിക്കാം അടുത്ത വാക്ക് മോൻ വായിച്ച. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട്, ഇസ്രായേൽ ജനത്തിന് രക്ഷ പറഞ്ഞത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം പെട്ടു പോകുന്ന സഭ രക്ഷിക്കപ്പെട്ട് നിത്യതയിൽ പോകുന്ന ഒരു കൂട്ടമുണ്ട്. അതിനുശേഷം ഇവിടെ കിടക്കുന്നത് കൈവിടപ്പെട്ട കൂട്ടം. അവർ ഭൂവാസികളെ സന്തോഷിക്കും. എന്നിട്ട് നാട്ടുകാരോട് ചോദിക്കും, നിന്റെ കർത്താവ് എവിടെ? ദാണ്ട ശവം കിടക്കുന്ന ഒന്ന് എഴുന്നേപ്പിച്ചാട്ട്. അവിടെ പാട്ടും ഡാൻസും ഒക്കെ നടക്കും, DJ പാർട്ടി നടക്കും. വായിച്ചാട്ട് മോനെ അടുത്തത്. അവർ ആനന്ദിക്കും, പാട്ട് പാടും, അന്യോന്യം സമ്മാനം കൊടുത്തേക്കുകയും ചെയ്യും. അന്യോന്യം സമ്മാനം കൊടുക്കും. ദാണ്ട 2 സാക്ഷികൾ ഇവിടെ കിടക്കുന്ന. അവന്റെ സ്വർഗം എവിടെ? അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന എവിടെ? 3.5 ദിവസം. അതാ ലോകം കാണാൻ പോകുന്നു. വായിച്ചാട്ടെ. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് നാറ്റം വച്ച ശരീരത്തിനകത്ത് ഉയരത്തിലെ ജീവശ്വാസം ഇറങ്ങി വരും. വായിച്ചാട്ടെ. അവർ കാലൂന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. 3.5 ദിവസം കടന്ന ശവം എഴുന്നേറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും പറയാം. എല്ലാവരും കേട്ടാട്ടെ. ഞാനുണ്ട്, ശെൽവകുമാർ പാഷുണ്ട്, ബിൻറോയ് പാഷുണ്ട്, പ്രീനു ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ എവിടെ പോയെന്നറിയാമോ? മാർത്താണ്ഡത്ത് ഒരു ചെറുപ്പക്കാരൻ മരിച്ചുപോയി, 45. ഞാൻ അവിടെ ചെന്നപ്പോൾ ഉടനെ ശെൽവകുമാർ പാഷു പറഞ്ഞ് മരണവും ന്യായവിധിയും പ്രസംഗിക്കുക. എനിക്കും തക്ക സമയം കിട്ടി. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യതയുടെ കൊട്ടാരമായാൽ മരണം. ഇങ്ങനെ പറഞ്ഞപ്പോൾ ശവപ്പെട്ടിയിൽ നിന്ന് 45 എഴുന്നേറ്റു. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ശെൽവകുമാർ പാഷ് എവിടെ വരും? പളുകലിൽ വരും. എബിൻ പാഷ് തടിക്കാർ കോണത്ത് പോകും. സ്റ്റെബിലിന് എവിടെ പോകും? അടുത്ത സ്ഥലത്ത് പോകും. ഇങ്ങനെ ഇവർ മാറി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ശവം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കും. ഇവർ ചിതറി ഓടുന്ന സമയം വരും. ഇതെല്ലാം ഇന്റർനെറ്റ് വഴി ലോകം കാണും. ശവം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതെല്ലാം ലോകം കാണും. അടുത്ത വാക്ക് മോൻ വായിച്ചാട്ടെ. ഇവിടെ കയറി വരുവീനെന്ന സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത്, ആ ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ എടുക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. അയ്യോ, ഒരു സംഭവം അവിടെ നടക്കും ഇന്ന് രാത്രി. ഇതാ 9G ഇന്റർനെറ്റ്. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ? സ്തോത്രം. ഇന്ന് രാത്രി ആ ശവം എഴുന്നേൽക്കുമ്പോൾ ഉയരത്തിൽ നിന്നൊരു ശബ്ദം കേട്ടുവരും, ഇവിടെ കയറി വരുവേൻ. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, ആ ശബ്ദം ഇവിടെ കേൾക്കുന്നതിന് മുമ്പ്, ആ ശബ്ദം യെരൂശലേമിൽ കേൾക്കുന്നതിന് മുമ്പ് പളുകൽ മറ്റൊരു ശബ്ദം കേൾക്കും. കരമുയർത്താം. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര. ഒന്ന് യെരൂശലേമിന്റെ ദേവാലയം. യെരൂശലേമിന്റെ ദേവാലയത്തിനകത്ത് റോബോട്ടിനെ കൊണ്ടുവെക്ക്. റോബോട്ട് അവിടെ വരുന്നതിന് മുമ്പ് നാഥന്റെ പൊൻമുഖം ഞാൻ കാണും. യെരൂശലേം ദൈവാലയത്തിൽ യഹൂദന് വെറുക്കപ്പെട്ട പന്നിയിറക്കും. പന്നിയുടെ രക്തം താഴെ വീഴുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിനോടനുബന്ധിച്ച് വീണ്ടും യഹൂദന്റെ നിലവിളി ഇസ്രായേൽ ഉയരും. അതുകൊണ്ട് ആമോസ് പറഞ്ഞു, ഇസ്രായേല് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി
യെരൂശലേമേ യെരൂശലേമേ, നീ ഒരു ഭാരമുള്ള കല്ലായി തീരും. നിന്നെ തൊടുന്ന സകലരും കഠിനമായി മുറിവേൽക്കപ്പെടും. ഭൂമിയിലെ സകല ജാതികളും നിനക്കെതിരെ വിരോധമായി കൂടി വരും. അതുകൊണ്ട് ഇസ്രായേലിനോട് എൻ്റെ നാഥൻ പറഞ്ഞു, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. ജാതികൾക്ക് ജെറുസലേം വിട്ടുകൊടുക്കും. 2 സാക്ഷികൾ യഹൂദന്റെ വിടുതലിന് വേണ്ടി വരും. അവരുടെ എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ വെട്ടിക്കൊല്ലും. അവരുടെ ശരീരം 3.5 ദിവസം അവിടെ കാണും. ഉയരത്തിലെ ശ്വാസം വരുമ്പോൾ ആ ശവശരീരം എഴുന്നേൽക്ക്. എത്യോപ്യയുടെ മണ്ണിനകത്ത് മനുഷ്യന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയ നാഥന്റെ കരത്താൽ അവരെഴുന്നേൽക്കപ്പെടും. അവരെഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു ശബ്ദം കേൾക്ക്, ഇവിടെ കയറി വരിക. ലോകം മുഴുവൻ ടെലിവിഷനകത്ത് ആ ശബ്ദം കേൾക്ക്. എന്നാൽ ആ ശബ്ദം അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് പാറശാലയും കൊടവിളാകും കാന്തന്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ കേൾക്ക്. ഇനി വരുവാനുള്ളവൻ വരും, കാലമേറയില്ല. പളുകളെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. தாயி, தகப்பர், தம்பி, தங்கச்சி, இந்த நாள்களில் நல் செய்தி கூட்டங்கள் 2வது இரவு இந்த அருமையான வேதம் சொல்கிறது, உலகத்தின் முடிவும் கடைசி கால செய்திகளும் கேட்டு நீ மறுதலிച്ച് ദൈവത്തിങ്കൽ നിന്ന് പോയാൽ ദൈവത്തിൻ്റെ ന്യായവിധി വരാറായി. ഇന്ന് രാത്രി 5 അവസരങ്ങൾ യൂദായ്ക്ക് ദൈവം കൊടുത്തു. 1, എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ, എന്നോടുകൂടെ പന്തിയിലിരിക്കുന്നവൻ. ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ അതിനുശേഷം മനുഷ്യപുത്രനെ ചുംബനത്തിൽ കൂടി കാണിച്ചു കൊടുക്കുന്നവൻ. കാൽവറിയിൽ യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്നതെന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. വചനം ഇന്ന് രാത്രി കേൾക്കുന്നവർക്കായി ഇന്ന് രാത്രി നിന്റെ ലാസ്റ്റ് ചാൻസ്. യൂദയ്ക്ക് 5 അവസരം കൊടുത്തു, യൂദ കേട്ടില്ല. അവസാനം എന്ത് ചെയ്തു? 30 വെള്ളിക്കാശ് അക്കൽദാമയിൽ പുരോഹിതന്മാരുടെ മുൻപിൽ വലിച്ചെറിഞ്ഞു. കുശവന്റെ നിലത്തിനകത്ത് അവൻ കയറി. 1, അവൻ കെട്ടിത്തൂങ്ങി. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. 1, കയറിന്റെ ബലക്കുറവായിരിക്കാം. 2, ചില്ല പോയതായിരിക്കാം. അവൻ താഴേക്ക് പതിച്ചു. അവന്റെ തല വന്നിടിച്ചു. മക്കളെ, കൊടൽമാല ചിതറിപ്പോയി. ഇന്ന് രാത്രി പളുകൾ വചനം കേട്ട് ദൈവത്തോട് മറുതലിക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളേ. വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ കരമുയർത്തുന്നവർക്കായി പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പീൻ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. എന്നാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ അത് ദൈവശക്തിയാകുന്നു. ഈ സത്യവചനം കേട്ട് ഇന്ന് രാത്രി മേടയ്ക്കകത്തോ വീട്ടിനകത്തോ റോഡിനകത്തോ ആരെങ്കിലും നെഞ്ചിനകത്ത് കൈവച്ച്, യേശു എൻ്റെ ഏക രക്ഷകൻ, യേശു എൻ്റെ ഏക കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കേൾക്ക്. ചെറുപ്പക്കാരി അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ജോർജ് വിൽസൺ. അവൻ 2 പേരെ കൊന്നു. അമേരിക്കൻ കോടതി അവന് വധശിക്ഷയാണ് കൊടുത്തത്. ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ അമേരിക്കയിലെ ഫെഡറൽ കോർട്ടിൽ പോയി. അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ, ഞങ്ങളുടെ മകൻ ചെറുപ്പത്തിനകത്ത് രക്തത്തിളപ്പ് കൊണ്ട് 2 പേരെ കൊന്നതാ, അതുകൊണ്ടൊരു ശിക്ഷാവിധി വേണം. അദ്ദേഹം പറഞ്ഞു, തരത്തില്ല, നിങ്ങളുടെ മകൻ 2 പേരെ കൊന്ന. ആരോ പറഞ്ഞു, അമേരിക്കയിലെ പ്രസിഡന്റിനെ ചെന്ന് കണ്ടൊരു ദയാഹർജി കൂട്. ഇന്ന് രാത്രി നിന്റെ മുൻപിൽ പരിശുദ്ധാത്മാവ് ദയാഹർജി തരികയാണ്. എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൻ എന്താ ദയാഹർജി അപ്പനും അമ്മയും കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കുളന്ത ഇരിക്കുന്നത്. അവൻ കൊലപാതകം ചെയ്ത്, സാർ വിടുതலை കൊടുക്കണം. പ്രസിഡന്റ് പറഞ്ഞു, 3 കത്തുതാ. 1, എനിക്ക്. 2, നിങ്ങളുടെ മകൻ ഒപ്പിടണം. 3, ജയിൽ സൂപ്രണ്ട്. யாவரும் ககனமாய் இந்த உலகத்தின் முடிவு கடைசி கால செய்திகள் அதுக்கு தான் மட்டுமே தேசமே യഹോവയുടെ വചനത്തെ കേൾക്കാം. എന്താ സംഭവിച്ചതെന്നറിയാമോ? പറഞ്ഞു തരാം മക്കളെ, എത്ര ക്ലിയർ ആയെന്നറിയാമോ? ഇന്ന് രാത്രി എന്താ സംഭവിച്ചതെന്നറിയാമോ? അവന് വിടുതലിന്റെ ഹർജിയുടെ ഒരു പേപ്പർ കിട്ടി, സൂപ്രണ്ടിനും കിട്ടി. അപ്പനും അമ്മയും ഓടി വന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? അവിടെ ഒരു കാര്യം ചെയ്തു. അവരുടെ മോന്റെ കൊണ്ട് കൊടുത്തു. അതിനുശേഷം സൂപ്രണ്ടിനോട് പറഞ്ഞത് ഒപ്പിട്ടാൽ കിട്ടും. അവർ മോനെ വിളിച്ചു. അവൻ ജയിലിനകത്ത് തിരിഞ്ഞു നിന്നതാ. അവന്റെ കയ്യിൽ പേപ്പർ കിട്ടിയ അവൻ പേപ്പർ വായിച്ചു. അവൻ വലിച്ചു കീറിക്കളഞ്ഞു. അപ്പനും അമ്മയും നിലവിളിച്ചു. സൂപ്രണ്ട് ഓടി വന്നു. സൂപ്രണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അയ്യോ, അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്ത രേഖയാ വലിച്ചു കീറിയ അവൻ മരണയോഗ്യ. ഇന്ന് രാത്രി 2025 രക്ഷയുടെ വചനം കേട്ട് നീ മറുതലിച്ചാൽ ഇന്ന് രാത്രി യഹോവയെ മറക്കുന്നവരെ
അവൻ കീറിക്കളയും. ക്രൂശിന്റെ വചനം നാശിച്ചു പോകുന്നവർക്ക് ബോഷത്വമാ. അപ്പനും അമ്മയും നിലവിളിച്ചു, ഫെഡറൽ കോർട്ടിൽ പോയി. അവസാനം ജഡ്ജിയോട് പറഞ്ഞു, ജഡ്ജി പറഞ്ഞു ഞാൻ തള്ളിയതാ, പക്ഷെ ആ പ്രസിഡന്റ് ഒപ്പിട്ട് തന്നിട്ട് നിങ്ങളുടെ മകൻ അത് വലിച്ചു കീറിയെങ്കിൽ അവൻ മരണയോഗ്യൻ. ഇന്ന് രാത്രി ഈ വചനം കേട്ട് കാൽവറിയിലേക്ക് മടങ്ങി വന്ന് ഞാനൊരു പാപി എന്ന് നിലവിളിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി എവിടെ ഇരുന്നാലും ഇതൊരു മതത്തിൻ്റെ പ്രസംഗമല്ല, ഇതൊരു സംഘടനയുടെ പ്രസംഗമല്ല, ഇതൊരു സഭയുടെ പ്രസംഗമല്ല. നിന്നെ നിത്യതയിലെത്തിക്കുന്ന വചനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുക. ഇതാവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പേ, എന്നിലും വിശ്വസിപ്പേ. എൻ്റെ പിതാവിൻ്റെ സന്ധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് ചേർത്തുകൊള്ളൂ. ഇന്ന് രാത്രി പളുകലേ, ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് ഉറങ്ങുന്നു. കാറൽ മാർസും ഏംഗൽസും എല്ലാം കല്ലറയും, ലെനിനും മാർസും എല്ലാം കല്ലറയും. ഇന്ന് രാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന രാജീവ് നെഹ്റുജി, അത് കഴിഞ്ഞ് നമ്മുടെ മഹാത്മജി, അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി രാജ്ഘട്ടിൽ ഉറങ്ങുന്നു. എന്നാൽ പലസ്തീനിലെ പടിഞ്ഞാറേ ചെരുവിൽ ഒരു കല്ലറയിൽ, അരിമത്തേക്കാരൻ യോസഫിന്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. മരിച്ചവരെല്ലാം അവൻ ആദ്യഫല കറ്റയ്ക്കായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും മധ്യാകാശത്തിൽ വരും. അക്കരമുയർത്തിയാട്ടെ, അക്കരമുയർത്തിയാട്ടെ. ബാക്കി നാളെ രാത്രി യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്നു. പളുകലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവരും എഴുന്നേറ്റാട്ടെ, കരങ്ങളെ അടിച്ചെന്ന് രാത്രി അന്യഭാഷയിൽ മനോഹരമാ സിയോനിൽ നാം വേഗം ചേർന്നിട്. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ഇന്ന് രാത്രി പളുകലിനെ കഴുകട്ടെ. മദ്യപാനികൾ മാനസാന്തരപ്പെടട്ടെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ മാനസാന്തരപ്പെടട്ടെ. ഇന്ന് രാത്രി ജനം മടങ്ങി വരട്ടെ. എല്ലാവരും ആത്മാവിൽ ആരാധിച്ചാട്ടെ. ദേശത്തിൽ ഒരു വല്ലമായി വെളിപ്പെടട്ടെ, കുടുംബങ്ങളിൽ ഒരു വല്ലമായി വെളിപ്പെടട്ടെ. ആണ്ടവരിൻ വല്ലമായി ഇന്ന നാൾക്കളിൽ പരലോകത്തിൻ നല്ല ആണ്ടവരിൻ വല്ലമായി ഇന്ന് കൂട്ടങ്ങളിൽ വെളിപ്പെടട്ടെ. യെസ്, മനോഹരമം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. മനോഹരമം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. ആമേൻ. നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ എൻ ശത്രുവിനത് എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും, സാനന്ദം പാടിടും, ശ്രീയേശുരാനന്ദം കൂടിടും. ആനന്ദം കൂടിടും, സാനന്ദം പാടിടും, ശ്രീയേശുരാനന്ദം കുഞ്ഞാടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധരായി തീർന്നു. തഞ്ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. കുഞ്ഞാടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധരായി തീർന്നു. തഞ്ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വം, ആമേൻ. മഹത്വം രക്ഷക സ്തുതി നീരക്കുന്നു. ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാം സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആമേൻ. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആർപ്പോട് നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. എല്ലാ കരങ്ങളും അടിച്ച് തന്നെ ഓടുന്നു എൻ വിരുദിനായി. ശക്തിയോടെ ജനം ആരാധിച്ചാട്ടെ. ആർപ്പോട് നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ട് തന്നെ ഓടുന്നു എൻ വിരുദിനായി. ലഭിക്കും
നിശ്ചയം എന്നിരുന്നെനിക്ക് ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. ആമേ പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളും. ഈ ലോകസുഖം തള്ളിയ ഭാഗ്യം കണ്ട് ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നേ. ഈ ലോകസുഖം തള്ളിയ ഭാഗ്യം കണ്ട് നിത്യമാ രാജ്യത്തിൽ കണ്ണു ഞാൻ പാടിടും. രാജമോഹം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. കുഞ്ഞാടി തീരൂരേത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ഞാൻ ജയം പാടി. കുഞ്ഞാടി തീരൂരേത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ഞാൻ ജയം പാടി. ആരാധനൈ ആരാധനൈ ഉമകേ ആരാധനൈ ഉമകേ ആരാധനൈ ഉമകേ ആരാധനൈ ഉമകേ. ഓ ആരാധനൈ ഉമകേ ആരാധനൈ ഉമകേ ആരാധനൈ ഉമകേ ആരാധനൈ ഉമകേ. എന്ത് കന്മലയാനവരേ കാക്കും ദൈവം നിറേ. എന്ത് കന്മലയാനവരേ കാക്കും ദൈവം നിറേ. വല്ലവൻ മാക്ഷിമൈ നിറങ്ങളേ മഹിമയ്ക്ക് പാർത്തിരേ. വല്ലവൻ മാക്ഷിമൈ നിറങ്ങളേ മഹിമയ്ക്ക് പാർത്തിരേ. ആരാധനൈ ഉമകേ ആരാധനൈ ഉമകേ ആരാധനൈ ഉമകേ ആരാധനൈ ഉമകേ. ഓ ആരാധനൈ ഉമകേ ആരാധനൈ ഉമകേ ആരാധനൈ ഉമകേ ആരാധനൈ. ഉயிருള്ള നാളുകളെല്ലാം പുകഴ്ന്ന് പാടിടുവേ. ഉயிருള്ള നാളുകളെല്ലാം പുകഴ്ന്ന് പാടിടുവേ. രാജാനി ചെയ്ത നന്മകളെ എന്നെ തുതിത്തിടുവേ. രാജാനി ചെയ്ത നന്മകളെ എന്നെ തുതിത്തിടുവേ. ആരാധനൈ ഉമകേ 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 ആരാധനൈ ഉമകേ. ചിറകുകളിൻ നിഴലിൽ മകിഴ ചെയ്തി. എന്റെ ചിറകുകളിൻ നിഴലിൽ തൂയവരേ ഓ തൂയവരേ എൻ തുണയാളവേ തുതിക്ക് പാത്തിരേ. തൂയവരേ എൻ തുണയാളവേ തുതിക്ക് പാത്തിരേ. ആരാധനൈ ഉമകേ 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 ആരാധനൈ ഉമകേ. ബലവീന നേരങ്ങളിൽ കിരുബൈ തന്നീരയാ. ബലവീന നേരങ്ങളിൽ കിരുബൈ തന്നീരയാ.
ഓ യേശു രാജ നീയൻ ബലനാണി എതർക്കും ഭയമില്ലയേ യേശു രാജ നീ ബലനാണി എതർക്കും ഭയമില്ലയേ ആരാധനയുമേ 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 ഓ ആരാധനയുമേ 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 ഭാഷയിൽ ആരാധിച്ചാട്ട് അന്ധകാര ശക്തികൾ തകരട്ടെ, സാത്താന്റെ പോരുകൾ മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ കാര്യം അവൻ കൃപയെ അവൻ കൃപായി ആണ്ടവരിൽ കൃപായി ആണ്ടവരിൽ കൃപായി വല്ലമായി വല്ലമായി എല്ലാ രോഗക്കെട്ടുകളും എല്ലാ കട്ടികളും എല്ലാ ക്യാൻസറുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. എല്ലാ മന്ത്രവാദ ശക്തികളും എല്ലാ ദുരാത്മ ശക്തികളും ദേശത്ത് വ്യാപരിക്കുന്ന സുവിശേഷത്തിനെതിരെ പോരാടുന്ന എല്ലാ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴികട്ടെ. The mighty presence of Holy Spirit surrounded this moment. യേശുവിൻ നാമത്തിൽ. യെസ്, ഒരു നിമിഷം കൂടി. രണ്ടാം ലോക മഹായുദ്ധം, 5.5 കോടി പേർ മരിച്ചു. തായെ തകർപ്പറെ അരുമയാന സിന്തയെ കേട്ടുന്ന രാത്രി മടങ്ങാം. രണ്ടാം ലോക മഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. എല്ലാ വീട്ടിലും ശവപ്പെട്ടി വന്നു. ബ്രിട്ടനിൽ ഒരു സംഘടന പേശിയിരിക്കുന്നത് യാർ അരുമയാണ് ഒരു പിക്ചറെ അയച്ചു തരും. 2 പിക്ചർ തരും. അവർക്ക് 10,000 പൗണ്ട്. പലരും പിക്ചർ അയച്ചു കൊടുത്തു. പള്ളിയിൽ പോകുന്ന പിക്ചർ അയച്ചു കൊടുത്തു, സ്കൂളിൽ പോകുന്ന പിക്ചർ അയച്ചു കൊടുത്തു, കല്യാണ പിക്ചർ അയച്ചു കൊടുത്തു. മകനെ മകളെ ഇത് കേൾക്കണം. ഒരു പയ്യൻ 2 പിക്ചർ അയച്ചു. ഒന്ന് അറ്റ്ലാന്റിക് സമുദ്രം, അതിന്മേലൊരു പാറ, അതിന്മേലൊരു കാകൻ. അവൻ ആ കൈയെടുത്ത് പോട്ടിരിക്കുന്നത് ലോകമാകുന്ന ഗംഭീരവാരിധി. പാറ വന്ന് ക്രിസ്തു, காக்க வண்ண விசுவாசி. இரண்டாமത്തെ படத்தை பார்த்திருக்குது. தாயை தகர்ப்பரை தம்பி தங்கச்சி இந்த நாள்களில் உண்மையான இந்த சின்ன கதையை கேட்டுக்கொண்டு இந்த நல் செய்தி கூட்டங்கள் இரண்டாമത് രാത്രി മടങ്ങാം. അറ്റ്ലാന്റിക് സമുദ്രം ഇളകുന്നു. പാറയ്ക്ക് ഒരു കുലുക്കവുമില്ല. കാകൻ വായ്ക്കുള്ള ഒരു കുഞ്ചു മീന് വരുന്നത്. അവൻ അടിയിൽ இந்த மாதிரி കൈയെടുത്ത് പോട്ടിരിക്കുന്നത്. ലോകം എത്ര ഇളകിയാലും തിരമാലയാഞ്ഞടിച്ചാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയുടെ വായിൽ ഒരു കുഞ്ഞു മീൻ തരുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ആരിന്ന് രാത്രി കരമുയർത്ത്. പട്ടിണി വരട്ടെ, യുദ്ധങ്ങൾ വരട്ടെ, ശാപങ്ങൾ ഭൂകമ്പങ്ങൾ വരട്ടെ, ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന നിന്റെ വീട്ടുക്കുള്ള ഒരു കുഞ്ച മീനെ തരാ ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. കരങ്ങൾ ഉയർത്തിയാട്ടെ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, അന്ത്യം വരെ നിന്നെ കാക്കുന്ന ദൈവം. കരങ്ങളെ തൂക്കി കർത്തർക്ക് മഹിമ കൊടുത്ത് സ്വർഗത്തിലേക്ക് കരങ്ങളെ തൂക്കി. ഹാഗാറിന്റെ ദൈവം, ഏലിയാവിന്റെ ദൈവം, ഇന്ന് രാത്രി ഹന്നയുടെ ദൈവം. ആന്റി, ആ കരത്തെ ദൈവം അനുഗ്രഹിക്കും. പഠിക്കുന്ന പോലെ നിന്റെ കടഭാരം ഏത് വലുതെങ്കിലും ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി പലകൾ പേസുകരുത്. ഒരു അരുമயான ഉണ്മயான പാടൽ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ. യെസ്, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. കരങ്ങൾ തൂക്കി ഉയരത്തിലേക്ക്. അന്ത്യം വരെ വാഴുതാതയവൻ താങ്ങി നടത്തിടും പൊൻകരത്താ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ, അന്ത്യം വരെ വാഴുതാതയവൻ താങ്ങി നടത്തിടും പൊൻകരത്താ. ആഴമേറും ജീവിതമരുമേ തളരുകയോ ഇനി സഹജേ.
പാളുക. പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. ഒരിക്കൽ കൂടി പ്രയാണത്തിൽ ചാരിടുവാൻ ആണ്ടവരെ നായകൻ നിനക്കില്ലയോ. വല്ലമായി കരുതും നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. എല്ലാ കരങ്ങളും ഉയരട്ടെ. അഴകേറും ജീവിതമരുവിൽ Lord Jesus. നീ തളരുകയോ ഇനി സഹജേ. എല്ലാ കരങ്ങളും അഴകേറും